മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് അഗെയിൻ ടു ദ ടീച്ചിങ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ഉള്ളിലുള്ള ബലം പരിശുദ്ധാത്മാവിൽ എങ്ങനെ നിറയണമെന്ന്, അത് ബലം പെട്ട് എങ്ങനെയാണ് നമ്മൾ ടെംപ്റ്റേഷനെ അല്ലെങ്കിൽ ജഡത്തെ ജയിക്കണം എന്ന് എങ്ങനെയാണെന്ന് പറഞ്ഞു. ഇന്ന് നമ്മൾ ആത്മാവിനാൽ നിറയുന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഈ ഫില്ലിംഗ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചിന്തിച്ചു വരുന്ന ഒരു കാര്യം, ഒരു ജാറിൽ വെള്ളം നിറയ്ക്കുന്നത് പോലെ ആണ് പരിശുദ്ധാത്മാവ്. അന്നേരം അതെങ്ങനെയാണ് ഈ ഒരു ജാറിൽ വെള്ളം നിറയ്ക്കുന്നത്? ഒരു പവറാണോ, ഒരു വെള്ളം പോലെ ഇരിക്കുകയാണോ, അതെങ്ങനെയാണ് നിറയ്ക്കുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ഒരു വാക്യം വായിക്കാം. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. എഫേസ്യർ 5:18 മുതലുള്ള വാക്യമാണ്. എഫേസ്യർ 5:18 മുതൽ വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആൻഡ് ബി നോട്ട് ഡ്രങ്ക് വിത്ത് വൈൻ വെയർ ഇൻ എക്സസ്, ബട്ട് ബി ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ്. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തോളൂ. ആദ്യമേ പറഞ്ഞ ഒരു കാര്യമാണ് ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട ജീവിതം. ഈ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട ജീവിതത്തിനകത്ത് ഉള്ളതാണ് ഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇതൊരു കമാൻഡാണ്. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, ആത്മാവിനാൽ നിറയുക. ബട്ട് ബി ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ്. ഒരു ആത്മാവിനാൽ നിറയുന്ന ഒരാവശ്യം നമുക്ക് ആവശ്യമാണ്. എന്നുവെച്ചാൽ നമ്മുടെ ജീവിതങ്ങളിൽ ആത്മാവിനാൽ നിറയപ്പെടണം. അത് നിറവ് കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഈ എഫേസ്യർ 5:18. ഇനിയും ബൈബിളിലെ പരിശുദ്ധാത്മാവ് ആദിമസഭയിൽ വന്ന ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലാണ് ഇത് നമ്മൾ കാണുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ഓൾ ദേ ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞു എന്ന് പറഞ്ഞ് 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി എന്ന് പറഞ്ഞ് പറയുന്നു. ബീയിങ് കണ്ടിന്യൂസ്ലി ഫിൽഡ്, അവരെ നിറഞ്ഞുകൊണ്ടേയിരുന്നു എന്ന് പറയുമ്പോൾ ഇതൊരു എയർ പോലെ ഇങ്ങനെ നിറയുന്നൊരു സാധനമൊന്നുമല്ല. അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്, തെറ്റാണത്. പരിശുദ്ധാത്മാവ് ഒരു ഉള്ളിൽ വന്ന് നമ്മുടെ എയർ നിറയുന്ന പോലെ വന്ന് നിറയുന്ന ഒന്നുമല്ല. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആദിമസഭയിൽ കണ്ടത് ഇതാണ്. അവർ ആദ്യം അത് പ്രത്യക്ഷപ്പെട്ടത് പെന്തക്കോസ്ത് നാളിൽ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾക്ക് പ്രത്യക്ഷനായി അത് ഓരോരുത്തൻ്റെയും മേൽ പതിഞ്ഞു. എന്നിട്ട് എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി എന്ന് പറഞ്ഞു. സോ ദേ എക്സ്പീരിയൻസ് ദ ഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അവരുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞത് അവർ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് തുടങ്ങി. അവിടെ കണ്ടൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അവിടെ കണ്ട ഒരു കാര്യം അവർ മറ്റുള്ളവരുടെ ഭാഷകളിൽ സംസാരിക്കാനായിട്ട് തുടങ്ങി. അതാണ് അവിടെ കണ്ടൊരു ക്ലിയറായിട്ടുള്ളൊരു സൈൻ. അതായിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ ഒരു സൈൻ. എന്നാൽ അത് കഴിഞ്ഞിട്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും ശിഷ്യന്മാർ മുഖാന്തരം അവിടെ സംഭവിച്ചു. അത് ഒരുപാട് ജനങ്ങൾ കർത്താവിൻ്റെ വലിയ മഹത്വപരമായിട്ടുള്ള നാമം അറിഞ്ഞ് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് സഭയോട് ചേർന്നു. കർത്താവിൻ്റെ സഭ വളരുവാനായിട്ട് ഇടവന്നു എന്ന് നമ്മൾ കാണുന്നു. അതുപോലെ അപ്പോസ്തല പ്രവൃത്തി 4:31 അവർ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. അവിടെയും കാണുന്നു ദൈവവചനം അവരെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു എന്ന്. നേരത്തെ നിറഞ്ഞവർ വീണ്ടും നിറയേണ്ട ആവശ്യമുണ്ടോ? നേരത്തെ ഒന്ന് നിറഞ്ഞവരാണ് ഇവിടെ വീണ്ടും നിറയുന്നതായിട്ട് കാണുന്നു. എന്താ ഇവിടെ കാണിക്കുന്നത് ചോദിച്ചാൽ, ബീയിങ് കണ്ടിന്യൂസ്ലി ഫിൽഡ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിറയുന്ന ഒരു അനുഭവത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിലെ, അവരുടെ സ്റ്റൈലിലെ, അവരുടെ പ്രകൃതത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ എക്സ്പീരിയൻസസ് കാണുന്നു എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ക്രിസ്തു സദൃശ്യമായ സ്വഭാവം ഉളവാക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഗലാത്യർ 5:22
ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്ത, സൗമ്യ, ഇന്ദ്രിയജയം, ഇങ്ങനെ ഉള്ള ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നവരായി തീരുകയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എല്ലാവർക്കും ആവശ്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മൾ പ്രാപിക്കണം. അതെങ്ങനെയാണ് പ്രാപിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാം. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ആവശ്യമാണ്. അപ്പോസ്തല പ്രവൃത്തി 4:8 പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി പ്രസ്താവിച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പത്രോസിന് അവിടെ ഉണ്ടായിരുന്നു. അവരുടെ പ്രസംഗം കഴിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടും ആ നേരത്തെ പറഞ്ഞ സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവരോട് കൂടെ നിൽക്കുന്നതുകൊണ്ട് ഒന്നും അവർക്ക് എതിർ പറവാനായിട്ട് പറ്റിയില്ല. എന്നാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് നമ്മൾ പിന്നീടുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം. 4:31 വായിക്കുമ്പോൾ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. അപ്പോഴവിടെ ബോൾനെസ്, പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ് ബോൾനെസ് കൊടുക്കുന്നത് നമ്മൾ കാണുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണ് ആ ബോൾനെസ് അവർക്ക് അവിടെ വന്നത്. അത് ഈ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോഴും പരിശുദ്ധാത്മാവ് വരുന്നു എന്നുള്ളത് സത്യമാണ്. ഇൻഡിവിജ്വലായിട്ട് മാത്രമല്ല, ഗ്രൂപ്പിലും പരിശുദ്ധാത്മാവ് വരുന്നു. ഒരു സ്പിരിച്വൽ ബോൾനെസ് പരിശുദ്ധാത്മാവാണ് കൊടുക്കുന്നത്. അത് നിങ്ങൾ ₹1 പോലും മുടക്കേണ്ട ആവശ്യമില്ല. കർത്താവുമായിട്ടുള്ള ഫെലോഷിപ്പിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് വരും. എഫേസ്യർ 5:18 നമ്മൾ പറഞ്ഞു, അതൊരു കമാൻഡായിട്ട് പറയുന്നതാണ്, ബീയിങ് കണ്ടിന്യൂസ്ലി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. അത് തുടർമാനമായിട്ട് നമ്മൾ അത് നിറയുന്ന അനുഭവത്തിലേക്ക് വരണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള മനുഷ്യനെ ദൈവത്തിൻ്റെ ആത്മാവ് നിറയ്ക്കും എന്നുള്ളതാണ്. അത് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോഴും നിറയ്ക്കും, അല്ലാത്തപ്പോഴും ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയാനായിട്ട് പറ്റും. എന്നാൽ ഇവിടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ച കൂട്ടത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് നിറച്ചതായിട്ട് കാണുന്നു. 2-3 ഇൻസിഡൻറ്റ് നമ്മൾ കണ്ടു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ വന്നതായിട്ട് കണ്ടു. ഇവിടെ അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, ഒരുമിച്ച് എല്ലാവരോടും കൂടിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞതായിട്ട് കണ്ടു. ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ആണ്. ഇനിയും നമ്മൾ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നമ്മൾ ഈ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുക, നിറയുക എന്ന് ചിന്തിക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ അതിനുള്ള വ്യവസ്ഥകൾ എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കാം. എങ്ങനെയാണ് ഞാൻ പരിശുദ്ധാത്മാവിൽ എങ്ങനെയാണ് നിറയാൻ പറ്റുന്നത്? അതിനുള്ള വ്യവസ്ഥകൾ എന്താണ്? നമുക്കറിയാം, ദൈവത്തിന് വേണ്ടി നമ്മൾ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സറണ്ടേർഡ് ലൈഫ്. ഈ വേറൊരു രീതിയിൽ പറഞ്ഞാൽ, പരിശുദ്ധാത്മാവ് നമ്മളെ പ്രവർത്തിക്കാനായിട്ട് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ഹൃദയത്തെയും പൂർണ്ണമായി പരിശുദ്ധാത്മാവിനെ ഏൽപ്പിക്കുക. എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫ്രീഡം എക്സസൈസ് ചെയ്യാനായിട്ട് നമ്മളെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുക. അതർവൈസ് അതിന് പറയുന്നൊരു സറണ്ടേർഡ് ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. സറണ്ടേർഡ് ലൈഫ് എന്ന് വെച്ചാൽ അത് ഒരു സമർപ്പിത ജീവിതം. ഇനിഷ്യൽ മാത്രമല്ല, ആദ്യം നമ്മൾ കർത്താവിനെ അറിഞ്ഞു, ശരി, ദാറ്റ്സ് ഓക്കെ. കർത്താവിനെ നിങ്ങൾ അറിഞ്ഞു, രക്ഷിക്കപ്പെട്ടു, കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ വന്നു, ദാറ്റ് ഈസ് ഓക്കെ, ഗുഡ്. അത് മാത്രമല്ല, അത് കഴിഞ്ഞൊരു കണ്ടിന്യൂസ് സബ്മിഷൻ. ഡെയിലി നമ്മുടെ ജീവിതങ്ങളിൽ ദൈവത്തിനെ സമർപ്പിക്കപ്പെട്ട് ജീവിക്കുന്ന അനുഭവം, കണ്ടിന്യൂസ് സബ്മിഷൻ. വേറൊരു രീതിയിൽ പറഞ്ഞാൽ, പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ പ്രവർത്തിക്കാനുള്ള അവസരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഫ്രീഡം കൊടുക്കുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതെങ്ങനെയാണ് ഫ്രീഡം കൊടുക്കുന്നത് വെച്ചാൽ, ചില ആളുകളുണ്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു സഹോദരനോട് ഒരിക്കലും സംസാരിച്ചപ്പം സഹോദരൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ബ്രദറെ, ഞാൻ കർത്താവിൻ്റെ ജീവിതമൊക്കെ കൊടുത്തു, എന്നാൽ ചില കാര്യങ്ങൾ എനിക്കങ്ങോട്ട് ഉപേക്ഷിക്കാനായിട്ട് പറ്റുന്നില്ല. അതെന്നെ ഭയങ്കരമായിട്ട് ബൈൻഡ് ചെയ്തിരിക്കുക. അത് പ്രാർത്ഥിച്ച എനിക്കാണെങ്കിൽ അങ്ങനെ അങ്ങോട്ട് അത് കളയണമെന്നുള്ളൊരു ആഗ്രഹമില്ല. ചില ആളുകൾ അങ്ങനെയാണ്. ചില വെസ്റ്റഡായിട്ടുള്ള ചില വൈസസ്, ചില നേച്ചർ ശരീരത്തിനകത്തുനിന്ന് മനസ്സിൽ പിടിച്ചിങ്ങനെ അങ്ങ് വെച്ചിരിക്കുക. അത് അങ്ങോട്ട് കളയാനായിട്ട് യാതൊരു താല്പര്യമില്ല. ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാണോ, അത് കളയാനുള്ള താല്പര്യമില്ല, ഇങ്ങനെ ഇരിക്കുക. അന്നേരം പരിശുദ്ധാത്മാവിന് അവിടെ ആക്ട് ചെയ്യാൻ പറ്റത്തില്ല, അവിടെ അടച്ചു വെച്ചിരിക്കുക. ഒരു നല്ല വീടാണ്, എല്ലാം ഉണ്ട്,
എങ്കിൽ ആ വീട്ടിലെ ഒരു മുറിയിൽ ദുർഗന്ധം വമിക്കുന്നൊരു സാധനം അവിടെ ഇരിക്കുകയാണെങ്കിൽ ആ വീട് മുഴുവൻ ദുർഗന്ധമായി തീരും. ആ മുറി അടച്ചു വെച്ചേക്കുക തൽക്കാലം. എന്നിട്ട് ബാക്കിയുള്ളിടത്തെല്ലാം സെൻറ്റും മണമൊക്കെ വെച്ചിങ്ങനെ അടിച്ച് മണപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഏതെങ്കിലും ആ സമയത്ത് ആ റൂം, മറ്റേ റൂം, ആ ദുർഗന്ധം വഹിക്കുന്ന റൂം ഒന്ന് തുറന്നു കഴിഞ്ഞാൽ ഈ സെൻറ്റ് അടിച്ചത് ഇതെല്ലാം വെറുതെ ആവും, എല്ലാം ദുർഗന്ധമായി തീരും എന്നുള്ളതാണ്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങൾ കൂടി നമ്മൾ അക്വയർ ചെയ്തിരിക്കുന്ന ചില ഹാബിറ്റുകൾ, വൈസസ്, ചില ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ ഒരു മൂലയ്ക്ക് തൽക്കാലം നമ്മൾ വെച്ചങ്ങ് അടച്ചു വെച്ചിരിക്കുകയാണ്. അതിനെ ഇന്ന് ഈ പകൽക്കാലം നിങ്ങൾക്ക് ക്രൂശിക്കാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് ഉപേക്ഷിക്കാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് സറണ്ടർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. അപ്പോഴേ നിങ്ങൾ 50% ആയിരിക്കുന്ന പരിശുദ്ധാത്മാവ് 60% ആവും. ആ രീതിയിൽ നമുക്കതിനെ ഡിഫൈൻ ചെയ്യാം. അങ്ങനെയല്ല ശരിക്കും പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിത്വമാണ്, അത് ഫുള്ളായിട്ട് വരും. എന്നാൽ പരിശുദ്ധാത്മാവിനെ വർക്ക് ചെയ്യാനായിട്ട് 50% നിങ്ങളുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇന്ന് നിങ്ങൾ ഒന്നും കൂടെ സറണ്ടർ ചെയ്തു, 60% വർക്ക് ചെയ്യാം. എന്ന് പറഞ്ഞ പോലെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് കളയാനായിട്ട് ദൈവത്തെ ഉപേക്ഷിക്കാനായിട്ടുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉപേക്ഷിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് പൂർണ്ണമായിട്ട് നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് വരുന്നത്. അത് വലിയ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ സമയം ഇവിടെ അവസാനിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ഇത് തുടർന്ന് മുമ്പോട്ട് പോകും. ഫില്ലിങ്ങിനെ കുറിച്ച് ഒരുപാട് പറയാനായിട്ടുണ്ട്. പരിശുദ്ധാത്മാ നിറവിനെക്കുറിച്ച്, പരിശുദ്ധാത്മാ നിറവിനെക്കുറിച്ചും പരിശുദ്ധാത്മാ അഭിഷേകത്തെക്കുറിച്ചും ഇനി 2-3 ക്ലാസ്സസ് കൂടെ കഴിഞ്ഞേ തീരുള്ളൂ. അതുകൊണ്ട് നമ്മളൊരു കാര്യം, ഒരേ ഒരു കാര്യമാണ് ഇന്ന് പറഞ്ഞത്. ദൈവത്തിൻ്റെ ഒരു കമാൻഡാണ് പരിശുദ്ധാത്മാവിനാൽ നിറയുക എന്നുള്ളത്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ കാര്യങ്ങൾ പുതിയ നിയമത്തിലെ പല സാഹചര്യങ്ങളും നമ്മൾ കണ്ടു. അത് നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സറണ്ടേഡ് ലൈഫായിരിക്കണം എന്നുള്ളത്. 2 വാക്യങ്ങളൂടെ അതിനകത്ത് വായിച്ചിട്ട് ഞാൻ ഈ ഭാഗത്ത് തൽക്കാലം നിർത്താം. നാളെ തുടർന്ന് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. റോമർ എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ ഞാൻ വായിക്കാം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഡെയിലി സറണ്ടറിങ് ലൈഫ്, എല്ലാ ദിവസവും നിങ്ങളുടെ ജീവിതങ്ങളെ സറണ്ടർ ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ മനസ്സിനെ മാത്രമല്ല നിങ്ങളുടെ ശരീരത്തെയും കൂടി ബുദ്ധിയുള്ള ആരാധനയായി സമർപ്പിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ശരീരമാണ് നിങ്ങൾ. അതുകൊണ്ട് ഈ ശരീരത്തെയും കൂടി പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് വിട്ടുകൊടുക്കുമോ? ആ ഒരു സറണ്ടേഡ് ലൈഫാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു പടി ഫില്ലിങ്ങിന് നിറയുന്നതിന് വേണ്ടി ഒരു പടി മുന്നോട്ടായി എന്ന് വിചാരിക്കാം. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയുവാനായിട്ട് നമ്മളെ തന്നെ നമുക്ക് ഈൽഡ് ചെയ്യാം. തീർച്ചയായും ഇന്നത്തെ തിരുവചന ധ്യാനം നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് വിചാരിക്കുന്നു. ഇത് പ്രയോജനമായിട്ടുള്ളവർ നിങ്ങളിത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. കാരണം നമുക്കൊരു സന്തോഷം ഉണ്ടെങ്കിൽ ആ സന്തോഷം മറ്റുള്ളവരോട് പങ്കുവയ്ച്ചാൽ അത് ഇരട്ടി സന്തോഷമായി തീരും എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യണം. അത് നിങ്ങൾ ധ്യാനിക്കണം. ഈ വാക്യങ്ങളൊക്കെ എഴുതി വെക്കണം. ആ ലൈവ് ചാറ്റിൽ നിങ്ങളുടെ കമൻറ്റ് ഇടണം. നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റുകളുണ്ടെങ്കിൽ അതിനകത്ത് വാട്സാപ്പ് നമ്പറിൽ പ്രെയർ റിക്വസ്റ്റ് പോസ്റ്റ് ചെയ്യണം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ആത്മാവിനാൽ നിറയുന്ന ഒരു അനുഭവം ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരെ ഏതെങ്കിലും ജീവിതത്തിൽ ഉപേക്ഷിക്കപ്പെടാൻ വയ്യാതെ ഇരിക്കുന്ന പാപങ്ങൾ കർത്താവെ, അത് ഇന്ന് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാനായിട്ട് കർത്താവെ നീ സഹായിക്കണമേ. ദിനം പ്രതി ഞങ്ങളുടെ ജീവിതം കർത്താവിൽ വിശുദ്ധീകരിച്ച് മുമ്പോട്ട് പോകാനായിട്ട് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എന്തെങ്കിലും അഡിക്ഷൻസ് കർത്താവെ ഉണ്ടെങ്കിൽ, ചില ആളുകൾ സിഗരറ്റ് ഉപയോഗിക്കുന്ന ആളുകൾ, അതിൽ നിന്നൊരു വിടുതൽ ഇതുവരെയും ദൈവം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അത് അക്സെപ്റ്റ് ചെയ്യാതെ അതിൽ തന്നെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില വിശ്വാസികളായ ആളുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. സീക്രട്ടായിട്ട് അവരത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിലെ വിശ്വാസത്തോട് ഇന്നിത് പറയുന്നെങ്കിൽ, ഡിക്ലെയർ ചെയ്യുന്നെങ്കിൽ അതെന്ന് പൂർണ്ണമായിട്ട് യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോകും. കർത്താവേ, ഇതിൻ്റെ വലിയ ശക്തി അവരുടെ ജീവിതത്തിൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിനക്ക് എന്തെങ്കിലും അസാധ്യമായിട്ടുണ്ടോ? നീ അതെല്ലാം മാറ്റിക്കളയണമേ. ദൈവത്തിൻ്റെ വലിയ കൃപയിൽ അവരായിരിക്കാൻ സഹായിക്കണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.